ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. +2 അക്കൗണ്ടൻസിയിലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഉള്ള സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ എന്താ, 60 മാർക്കിന് എക്സാം എഴുതുന്ന, റെക്കോർഡ്സും എല്ലാം സബ്മിറ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് ലാബ് എല്ലാം ഉള്ള സ്റ്റുഡൻസ്, +2 ലാബൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. കാരണം അവർക്ക് 20 മാർക്കിന് 60 മാർക്കിനാണ് നമുക്ക് എക്സാം ഉണ്ടായിരിക്കുക. നമ്മുടെ അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. അവരുടെ സെക്കൻഡ് പാർട്ടായ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്നും 5 പാഠങ്ങൾ, ഓക്കെ, 5 പാഠങ്ങളിൽ നിന്ന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇവർ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഓരോ ടോപ്പിക്കുകളാണ് പറയുന്നത്. ഈ വീഡിയോയിൽ 5 പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എല്ലാ വീഡിയോയിലും നമ്മൾ ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള മെയിൻ പോർഷൻസ് ആണ് പറഞ്ഞു തരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 20 മാർക്കിനുള്ളതല്ലോ വേണ്ടുള്ളൂ. അപ്പോൾ തന്നെ 5 പാഠങ്ങളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കുറച്ച് ടോപ്പിക്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അതിന് മുന്നേ നമ്മൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ കൊമേഴ്സ് സംബന്ധമായ സബ്ജക്റ്റുകളാണ് നമ്മൾ ക്ലാസ്സസ് എക്സാം ഒക്കെ അടുത്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ ആയിട്ട് ഇംപ്രൂവ്മെൻറ്റ് ബാച്ചുകളും അതുപോലെ തന്നെ +2 ക്രാഷ് ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഡിസംബർ മന്ത് ലാസ്റ്റ് നമ്മുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് ചാപ്റ്റർ 5 ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്റർ 5 എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജായ ഗ്നൂ കാർട്ടയെ കുറിച്ചിട്ടാണ്. ഗ്നൂ കാർട്ടയിൽ നമ്മൾ പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് ഗ്നൂ കാർട്ട, അതായത് ഗ്നൂ കാർട്ടയുടെ മെയിൻ ഫീച്ചേഴ്സ് ആണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. നമുക്കതൊരു 3 മാർക്കിന് 2 മാർക്കിൻ്റെ ഒക്കെയാണ് വരിക. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. മെയിൻ ആയിട്ടുള്ള 3 സോഴ്സ് ഡോക്യുമെൻ്റ് എല്ലാം വൗച്ചർ എൻട്രി ആയിട്ടുണ്ട്, പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, പിന്നെ പാസ്വേഡ് സെക്യൂരിറ്റി എല്ലാം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 5 ഇപ്പം മിസ് പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ്, ഗ്നൂ കാർട്ടയുടെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് പാക്കേജ് ആണ്. പിന്നെ ഇതൊരു ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സെൻട്രിയാണ്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ പറ്റും. അതേപോലെ സോഴ്സ് ഡോക്യുമെൻ്റ് വൗച്ചർ എൻട്രി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാം അറ്റാച്ച് ചെയ്യാം. അങ്ങനെ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഷോർട്ടായിട്ട് വിത്ത് സെൻറ്റൻസ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയണം. ഓക്കെ. പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വൗച്ചർ ടൈപ്പ് ഷോർട്ട് കീസ് എന്തിന് യൂസ് ചെയ്യുന്നു? ഇപ്പോൾ വൗച്ചർ, ഇപ്പോൾ എന്താണ് എക്സാമ്പിൾ? ഇപ്പോൾ റിസീപ്റ്റ് വൗച്ചർ എന്തിനാണ്? F4 ആണ് ഷോർട്ട് കീ. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? എല്ലാ റിസീപ്റ്റ് ട്രാൻസാക്ഷൻസും, റിസീപ്റ്റ് ഓർ ക്യാഷ് ചെക്കിൻ്റെ എല്ലാ റിസീപ്റ്റ് ട്രാൻസാക്ഷൻസും എഴുതാനാണ്. അപ്പോൾ വൗച്ചർ നമ്പർ F4 ആണ്. പിന്നെ F5 ഉണ്ട്, F6 ഉണ്ട്, F7 ഉണ്ട്, F8 ഉണ്ട്. F8 കോൺട്രി ആണ്, F5 പേയ്മെൻ്റ് ആണ്, F6 സെയിൽസ് ആണ്, F7 പർച്ചേസസ് ആണ്. അങ്ങനെ തുടങ്ങിയ എന്തിന് യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താണ്, വൗച്ചേഴ്സ് ഏതൊക്കെയാണ്, ഒരു ടേബിളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് PDF-ലെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 3 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നീട് വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ഫോർ എൻറ്ററിങ് ക്ലോസിങ് ആൻഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും എൻ്റർ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ മാസ്റ്ററിൽ എഡിറ്റിൽ പോയി സെലക്ട് അക്കൗണ്ട്, അതിൽ സ്റ്റോക്കിൽ ബിഗിനിങ്ങും കൊടുക്കുക, എഡിറ്റിൽ പോയിട്ട് എൻ്റർ ചെയ്യുക, നമ്മൾ ഓപ്പണിംഗ് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതെ, ആ പാത്താണ് നിങ്ങളിവിടെ എഴുതേണ്ടത് കേട്ടോ. പിന്നീട് വാട്ട് ആർ ദ ഡിഫോൾട്ട് ലെഡ്ജർ ദാറ്റ് ആസ് യൂസ്ഡ് ഇൻ ഗ്നൂ കാർട്ട, നമ്മൾ ഗ്നൂ കാർട്ടിനെ യൂസ് ചെയ്യുന്ന ഡിഫോൾട്ടായ കുറച്ച് ലെഡ്ജേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഓൾറെഡി അത് അവൈലബിൾ ആണ്. ഓക്കെ, ഓൾറെഡി അവൈലബിൾ ആണ്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, P&L അക്കൗണ്ട്, അതൊന്നും നമ്മൾ ഇൻക്രിമെൻ്റ് എക്സ്പെൻഡിച്ചർ, സ്റ്റോക്ക് അറ്റ് ബിഗിനിങ്, ഓപ്പണിംഗ് സ്റ്റോക്ക് കേട്ടോ, സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്, അതൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ 4 നോക്കി നോക്കാം. ചാപ്റ്റർ 4 എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാഫിൻ്റെയും ചാർട്ടിൻ്റെ ഒക്കെ പാടാണ് കേട്ടോ. ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് ആൻഡ് ബിസിനസ് ഡാറ്റ എന്ന് പറഞ്ഞതാണ്. ഇവിടെ മെയിനായിട്ട് 3 സാധനങ്ങൾ. നല്ല എളുപ്പമാണ് ഈ പാഠം പഠിക്കാനായിട്ട്. മെയിനായിട്ട് പഠിക്കേണ്ടത് അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട്. നമ്മൾ ചാർട്ട് വരയ്ക്കണതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്താ? നമുക്ക് നല്ല ക്രിയേറ്റീവ് ആണ് അല്ലേ, ക്രിയേറ്റീവ് വിഷ്വൽസ് കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് റീഡ് ഔട്ട് ഈസിലി, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കും. ട്രെൻഡ് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ
ഡിസിഷൻ എടുക്കാൻ പറ്റും, ലെസ് ടൈം കൺസ്യൂമിങ് അല്ല അല്ലേ, അതുപോലെ നമുക്ക് സേവ് ടൈം ആൻഡ് അട്രാക്റ്റീവ് ആണ്, അങ്ങനെ തുടങ്ങിയ അഡ്വാൻറ്റേജസ് ഒരു 4-5 പഠിച്ചു വെക്കാം. അതേപോലെ എലമെന്റ്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്, ഗ്രാഫ് ഓർ ചാർട്ട്. സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ചാർട്ട് വരയ്ക്കുമ്പോൾ, നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൻ്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്? അത് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ പ്ലോട്ട് ഏരിയ ഉണ്ട്, എവിടെയാണ് നമ്മൾ ചാർട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ചാർട്ട് ഏരിയ ഉണ്ട്, പിന്നെ ഫ്ലോർ ഉണ്ട്, ചാർട്ട് ഫ്ലോർ ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എലമെന്റ്സുകൾ പഠിച്ചു വയ്ക്കാം. ടൈപ്സ് ഓഫ് ചാർട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് നമ്മൾ പഠിക്കുന്നത്. ലൈൻ ചാർട്ട്, കോളം ചാർട്ട് ഉണ്ട്, പൈ ചാർട്ട് ഉണ്ട്, അങ്ങനെയുള്ള ടൈപ്സ് ഓഫ് ചാർട്ടിനെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കുക. ഇതിൽ അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ടാണ് ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, പിന്നീട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 3 പേറോൾ സിസ്റ്റം ആണ് ഇതിലുള്ളത്. ഇതിലെ ഇതാണ് ഏറ്റവും വലിയ ചാപ്റ്റർ, അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററും ഇത് തന്നെയാണ്. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പേറോളിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്. പേറോൾ കമ്പോണൻസ് പറയുമ്പോൾ നമ്മൾക്കതിൽ ഏർണിങ്സ് വേറെയുണ്ട്, അതുപോലെ തന്നെ ഡിഡക്ഷൻസും ഉണ്ട്. കിട്ടുന്നതും അതിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നതും സെപ്പറേറ്റ് കാണിക്കണം. ഏർണിങ്സ് എന്ന് പറയുമ്പോൾ ബേസിക് പേ വരാം, ഡിയർനെസ് അലവൻസ് വരാം, HRA വരാം, അതുപോലെ ട്രാൻസ്പോർട്ട് അലവൻസ് വരാം, അങ്ങനെ അതർ ഏർണിങ്സ്, അങ്ങനെ കുറച്ച് ഏർണിങ്സ് ഉണ്ട്. ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ മൈനസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ബേസിക് പേ, സാലറി ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. ഡിഡക്റ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് PF, അതായത് പ്രൊവിഡൻറ്റ് ഫണ്ട് ഡിഡക്ട് ചെയ്യണം, TDS ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം, അതുപോലെ ടാക്സ്, എന്തെങ്കിലും പ്രൊഫഷണൽ ടാക്സുകൾ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ മൈനസ് ചെയ്യണം. പിന്നീട് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കേണ്ടത് 3 ഫംഗ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെയാണെന്ന് അറിയോ? സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് റേറ്റും ഇൻസ്റ്റാൾമെന്റ് പ്രിൻസിപ്പൽ എമൗണ്ട് ഒക്കെ തന്നിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് കൊടുക്കേണ്ട ആ ഒരു 3 ഫംഗ്ഷന്റെ സിൻടാക്സ് പഠിക്കാം. സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ SLN ആണെങ്കിൽ SLN ബ്രാക്കറ്റിലെ കോസ്റ്റ്, സാൽവേജ് ആൻഡ് ലൈഫ് എന്നിട്ട് ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സിൻടാക്സ് കഴിഞ്ഞു. അതേപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിന്റെ വേറൊരു പേരാണ് ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ്, DB എന്നും കൂടി പറയൂ കേട്ടോ. ഈ 3 ഫംഗ്ഷൻസിന്റെയും സിൻടാക്സ് പഠിക്കാം. അതേപോലെ ദ ഫംഗ്ഷൻസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റഡ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 2 ഫംഗ്ഷനാണ് ഇത് യൂസ് ചെയ്യണത്. ഏതൊക്കെയാണ്? സ്ട്രേറ്റ് ലൈൻ മെത്തേഡിന്റെ ഫംഗ്ഷനും ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ്. ഇത് രണ്ടിൻ്റെയും സിൻടാക്സുകൾ പഠിക്കുക, എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പഠിക്കുക, ഓരോന്ന് എന്താണെന്ന് എഴുതി വയ്ക്കുക. അതായത് ഇപ്പോൾ കോസ്റ്റ് എന്താണ്, സാൽവേജ് എന്താണ്, ലൈഫ് എക്സ്പെൻസ് എന്താണ്, അതൊക്കെ എഴുതി വയ്ക്കുക. പിന്നെ നെറ്റ് പേയും ഗ്രോസ് പേയും കണ്ടുപിടിക്കുക. നെറ്റ് പേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് പേയിൽ നിന്ന് നമ്മുടെ ഡിഡക്ഷൻസ് മൈനസ് ചെയ്തതാണ്. ഗ്രോസ് പേയിൽ നിന്ന് ഡിഡക്ഷൻസ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പേ കിട്ടി. ഗ്രോസ് പേ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ബേസിക് സാലറി, DA, HR ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പേ കിട്ടി. അപ്പോൾ ഗ്രോസ് പേ ഏതാണെന്നും നെറ്റ് പേ എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ മൂന്നാം പാഠത്തിൽ ഇതൊക്കെ പഠിക്കാം. 2ാം പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് ലിബറൽ ഓഫീസ് കാൽക്കിനെ കുറിച്ചിട്ടാണ്. ഫീച്ചേഴ്സ് ഓഫ് ലിബറൽ ഓഫീസ് കാൽക്ക് ഒരു 4-5 എണ്ണം പഠിച്ചിരിക്കുന്നുണ്ട്. അത് ഓണപരീക്ഷയ്ക്കാണ് കൂടുതലും ചോദിക്കാറ്. 4-5 എണ്ണം പഠിക്കാം. പിന്നെ ഫങ്ഷൻസ്, എത്ര ഫങ്ഷൻസ് ഉണ്ട് നോക്ക്. ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് ഉണ്ട്, മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, ലോജിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. ഡേറ്റ് ആൻഡ് ടൈമിൽ എന്തൊക്കെ ഫങ്ഷൻസ് നമ്മൾ പറയാം? ഡേറ്റ് ഫങ്ഷൻ ഉണ്ട്, അതുപോലെ ടൈം കൊടുക്കണം അല്ലേ, ടുഡേ, നൗ, ഇയർ, മന്ത് ഒക്കെ കൊടുക്കണം. അപ്പം അതൊക്കെയാണ് അവിടുത്തെ ഫങ്ഷൻസ്. ഏതൊക്കെയാണ്? ടുഡേ ഉണ്ട്, ദെൻ നൗ ഇപ്പോഴത്തെ ടൈം, അതുപോലെ തന്നെ ഇയർ കൊടുക്കണം, അതേപോലെ ഡേ, മന്ത്, ഇതൊക്കെ ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷനാണ്. മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് വിളിക്കുമ്പോൾ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ ആവറേജ് കണ്ടുപിടിക്കാനൊക്കെ, കൗണ്ട് ചെയ്യാൻ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആവറേജ് ഫങ്ഷനിലുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷനിൽ നമുക്കുള്ളത് സം ഇഫ് കാണാനും, അതേപോലെ തന്നെ കൗണ്ട് ഇഫ് കാണാൻ, റേറ്റ് കാണാനൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ. ലോജിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ആൻഡ് ഓർ ഒക്കെയാണ് നമ്മുടെ ലോജിക്കൽ ഫങ്ഷൻസ് പറയാം. ആൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓർ ഉണ്ട്, അതൊക്കെയാണ് നമ്മുടെ ലോജിക്കൽ ഫങ്ഷൻ. ഇഫ് ഉണ്ട്, ഇതൊക്കെ നമ്മുടെ ലോജിക്കൽ ഫങ്ഷനിൽ പെടും. ദെൻ ഇതിൽ 3ാം പാഠം, 4ാം പാഠം, 5ാം പാഠം ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി.
ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഒന്ന് വായിച്ച് വിടാം. ഫീച്ചേഴ്സ് ഓഫ് CAS, അഡ്വാൻറ്റേജസ്, കമ്പോണൻസ്, ഇത് 3 മാത്രം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ് കേട്ടോ. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ അതിൻ്റെ കമ്പോണൻസ്. ഇതിലെ ഇപ്പോൾ ഈ 5 പാഠത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് 5, then 4, പിന്നെ 3. ഈ 3 പാഠം നല്ല ബെറ്റർ ആയിട്ട് പഠിക്കുക. നമുക്ക് എങ്ങനെ ചോദിച്ചാലും ക്വസ്റ്റ്യൻസ് കിട്ടണം. വിത്ത് എക്സ്പ്ലനേഷൻ, വിത്തൗട്ട് എക്സ്പ്ലനേഷൻ. അധികം പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 5 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഒരു 3-4 പോയിന്റൊക്കെ അറിഞ്ഞാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഒന്നും പഠിക്കാത്ത കുട്ടികൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് 20 മാർക്ക് ആദ്യം നിങ്ങൾ അവിടെ എടുത്തി വെക്കുക. അതെങ്ങനെ നമുക്ക് ആ 20 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? 5-ാം പാഠം എടുക്കുക. 5-ാം പാഠത്തിൽ പറഞ്ഞുള്ള ടോപ്പിക്കുകൾ ആദ്യം നോക്കാട്ടോ. ഷോർട്ട് കട്ട് കേസ് ഒക്കെയാണ് 3 മാർക്കിന് ചോദിക്കാറ് കേട്ടോ. അതുപോലെ പ്രൊസീജിയേഴ്സ്, എന്തിൻ്റെ പ്രൊസീജിയർ പഠിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്ങനെ കൊടുക്കാം, ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ കൊടുക്കാം, ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും കൂടി ഉണ്ടായില്ലേ. ആ 3 പ്രൊസീജിയറും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് പാത്ത് വെച്ചിട്ട് ഇങ്ങനെ എഴുതാനായിട്ട് കിട്ടണം. ഏരോ മാർക്ക് ഇട്ടിട്ട് എഴുതാനായിട്ട് കിട്ടണം. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലായി? CASലെ 60-ൽ 20 മാർക്ക് നിങ്ങൾക്ക് മാറ്റി വെക്കണം. 20-ൽ ഒന്നും പറ്റില്ലെങ്കിൽ ഒരു 15 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന് വലിയ പേടിക്കാറില്ല. നമ്മൾ പാർട്ട് 1-ലെ കുറച്ച് പ്രോബ്ലങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ നല്ലൊരു മാർക്കായി. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.